ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് ഡീക്കനും ധീര രക്തസാക്ഷിയുമായ വിശുദ്ധ വിൻസെന്റിന്റെ തിരുനാൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് ജോർദാന്റെ മറുകരയിൽ നിന്ന് ഒത്തിരിയധികം മനുഷ്യർ യേശുനാഥനെ തിരക്കി വരികയാണ്. അവനെ ഒന്ന് തൊടുവാൻ, അവനെ തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ ഒക്കെ ആ മനുഷ്യർ ആഗ്രഹിച്ചു വരികയാണ്. അപ്പോൾ യേശുനാഥന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അവൻ്റെ പ്രവൃത്തികളായിരുന്നു. അവൻ പറഞ്ഞത് പ്രവർത്തിച്ചിരുന്ന ദൈവവും മനുഷ്യനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഫരിസേയർ യേശുനാഥൻ്റെ വാക്കുകളെക്കുറിച്ച് പറയുന്നത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള പ്രബോധനമാണല്ലോ, അധികാരത്തോടുള്ള പ്രബോധനമാണ്. അപ്പോൾ ആ പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളവും അവൻ ചെയ്തിരുന്ന പ്രവൃത്തികളാണ്. അവൻ പറഞ്ഞത് പ്രവർത്തിച്ച മനുഷ്യനാണ്. അവൻ്റെ എല്ലാ വാക്കുകളും സ്നേഹത്തെക്കുറിച്ചായിരുന്നു. അവൻ സ്നേഹപിതാവായ ഒരു ദൈവത്തെ തന്നെ മനുഷ്യന് കാണിച്ച് തന്ന ദൈവമാണ്. അപ്പോൾ ആ സ്നേഹപിതാവിനെക്കുറിച്ച് പറയുകയും അതേ പ്രവൃത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തവനാണ്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായിരുന്നു അവൻ്റെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും. അതുകൊണ്ടാണ് അവൻ്റെ അടുക്കിലേക്ക് എത്തുവാനും അവനെ തൊടാനും ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നത്. കാര്യം അവൻ ആരെയും മാറ്റി നിർത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല എന്നൊരു ഉറപ്പ് ഈ മനുഷ്യർക്ക് കിട്ടിയിരുന്നത്. കാരണം സമൂഹത്തിൻ്റെ അതിരുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരാണ് യേശുനാഥനെ തിരക്കി വന്നുകൊണ്ടിരുന്നത്. കുഷ്ഠരോഗികളും പാപികളും ചുങ്കക്കാരും ഒക്കെ അവനെ തിരക്കി വന്നത് അവൻ്റെ ഈ സ്നേഹപ്രവൃത്തികൾ കണ്ടിട്ടാണ്. അവൻ ആരെയും ഉപേക്ഷിക്കില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്, മനുഷ്യനാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവൻ്റെ പ്രവൃത്തികളാണ് കൂടുതൽ മനുഷ്യരെ അവനിലേക്ക് അടുപ്പിച്ചത്. ഈ ഒരു വചനം നമുക്ക് നൽകുന്നൊരു സൂചനയും അവൻ്റെ പ്രവൃത്തികൾ സ്നേഹത്തിൻ്റെതാണ്. നമുക്കും അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്താവുന്നതാണ്. അവനും ചേർത്ത് പിടിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. മാത്രമല്ല യേശുനാഥൻ നമ്മളോട് പറയുന്നത് ഇതേ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരെ നമ്മളും മാറണമെന്നാണ്. വാക്കിൽ മാത്രം സ്നേഹം ഒതുക്കി നിർത്തുന്ന മനുഷ്യരാകാതെ പ്രവൃത്തികളിൽ കൂടി സ്നേഹം കാണിക്കുകയും മറ്റു മനുഷ്യരെ ചേർത്ത് നിർത്തുകയും ഏതൊരു മനുഷ്യനും ഏതൊരു സമയത്ത് ഓടിയെത്താൻ കഴിയുന്ന വിധം മനസ്സ് തുറവിയുള്ള മനുഷ്യരായി മാറണമെന്നുമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്ന ഡീക്കനായ വിൻസെൻ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇതുപോലെ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകിയൊരു ജീവിതമായിരുന്നു. അദ്ദേഹത്തെ വലേരിയൻ എന്ന് പറയുന്ന ഒരു മെത്രാൻ്റെ ഡീക്കനായിട്ടാണ് സ്പെയിനിൽ നിയോഗിച്ചിരുന്നത്. പക്ഷേ ഈ അവിടുത്തെ മെത്രാനെ സംസാരിക്കുന്നതിൽ ഇത്തിരി ശേഷിക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡീക്കനെ അവർ നിയോഗിച്ചത്. പക്ഷേ ഇദ്ദേഹം വാക്കുകളേക്കാൾ അധികമായി പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ പ്രചരിപ്പിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രവൃത്തികളും അവസാനം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനായി ഒത്തിരിയധികം കൊടിയ പീഡനങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും സമാധാനത്തോടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർക്ക് ശരീരത്തെ മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ, എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധാനത്തോടെയുള്ള ആ മരണത്തെ സ്വീകരിക്കുന്ന ആ പ്രവൃത്തി ഒത്തിരിയധികം മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു പിന്നീട്. അപ്പം വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം സൂക്ഷിച്ചിരുന്ന ഈ മനുഷ്യൻ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കും അവരെ സഹായിക്കുകയും ചെയ്തിരുന്ന ഈ ഡീക്കൻ നമുക്കും ഒരു പ്രചോദനമാണ്. യേശുനാഥനെ പോലെ എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറുവാനും വാക്കിലും പ്രവൃത്തിയിലും സ്നേഹം സൂക്ഷിക്കാനുമുള്ള ഒരു വിളി കൂടെയാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വിശുദ്ധനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും ഒക്കെ സ്നേഹം നിറഞ്ഞതായിക്കൊള്ളട്ടെ. പ്രവൃത്തിയും വാക്കുകളും എപ്പോഴും ഒന്നായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കാൻ ഈശോ അതിന് നമ്മെ സഹായിക്കട്ടെ.